ഹലോ, ഡേ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് AutoCAD ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം, ഫസ്റ്റ് കമ്പ്യൂട്ടറും അതേപോലെ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സറും ഏത് വർഷത്തിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? 1950 ആൻഡ് 1971. ആൻഡ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്ത ടെഡ് ഹോഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഈ സൈസ് വൈസ് കമ്പ്യൂട്ടറിൻ്റെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, മിനി ഫ്രെയിം കമ്പ്യൂട്ടർ ആൻഡ് മൈക്രോ കമ്പ്യൂട്ടർ. നൗ 1982 AutoCAD ഫസ്റ്റ് ഡെവലപ്പ് ആയത്. പിന്നെ വരുന്ന PSC ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് CAD, CADയും CADDയും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. ഓക്കെ, AutoCADൻ്റെ പിന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് 4 ടൈപ്പിലേക്കാണ്: 2D ആയി, പിന്നെ 3D, സർഫസ് മോഡലിംഗ്, സോളിഡ് മോഡലിംഗ് വിത്ത് ആനിമേഷൻ. അടുത്തത് സോഫ്റ്റ്വെയറിനെ 2 ടൈപ്പിലേക്ക് തിരിച്ചിട്ടുണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസും ലിനക്സും ഒക്കെ, മറ്റേതിൽ AutoCAD. അടുത്തത് വരുന്ന കമ്പോണൻസ് ഓഫ് CAD ചോദിക്കാറുണ്ട്. ഡിസൈൻ, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ ആണ് കമ്പോണൻസ് ഓഫ് CAD. അടുത്തത് CAD യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് GUI ആണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന മെയിൻ ആയിട്ടൊരു CAD എടുക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്: ഡ്രോയിങ്, നമ്പർ, ഇൻഫോ സെൻറ്റർ, റിബൺ, ടൈറ്റിൽ ബാർ, മെനു ബാർ, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, പ്രോപ്പർട്ടീസ് ടൂൾ ബാർ, ഡ്രോ ടൂൾ ബാർ, മോഡിഫൈ ടൂൾ ബാർ, ഡ്രോയിങ് ഏരിയ, UCS, കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോ, ഫംഗ്ഷൻ ടാബ്, ലേഔട്ട് ടാബ്, ക്രോസ് ഹെയർ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കീസ് ആണ് നെക്സ്റ്റ്. F1 മുതൽ F12 വരെ ഫംഗ്ഷൻ കീസ് കൃത്യമായിട്ട് പഠിക്കണം, അത് ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ Ctrl+Z+C+E അങ്ങനത്തെ ലെറ്റേഴ്സ് വരുന്നതും നന്നായിട്ട് പഠിക്കണം. കൺഫ്യൂഷൻ ആവരുത്, ടെക്സ്റ്റ് എഡിറ്റ് കീസ് വേറെയാണ് നമ്മൾ വേർഡിലൊക്കെ ചെയ്യുന്ന ആ കീസ് ചെയ്യുന്ന പോലെ അല്ല CADൽ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം പഠിക്കാൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്